സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല മത്സരം, ഒരു നമ്മുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു മത്സരമാണ്. എനിക്ക് ഇവിടെ അറിവ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ജലറാണിയും ശ്രീമുത്തപ്പനുമാണെന്നാണ്. പക്ഷേ നോട്ടത്തില് എനിക്കറിയാം അത് ഹനുമാൻ നമ്പർ 2 ആണെന്നാണ് എന്റെ നിഗമനം. എനിക്ക് എത്ര അകലുന്നാലും ആ വള്ളത്തെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു അന്തരീക്ഷമുണ്ടെന്ന് വിചാരിക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽവാഹനൻ ഹനുമാൻ നമ്പർ 2, ഈ 3 വള്ളങ്ങൾ തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരമായിരുന്നു. എന്തായാലും ഹനുമാൻ നമ്പർ 2 വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ആദ്യപാദ മത്സരങ്ങളിൽ ഒരല്പം പിന്നോട്ട് പോയെങ്കിലും ഇപ്പോ ആ ലൂസേഴ്സ് ഫൈനൽ മത്സരം വന്നപ്പോ ഒരല്പം പിന്നോട്ട് പോയ തോറ്റവരും തമ്മിലുള്ള ഒരു മത്സരമൊക്കെ വന്നപ്പോ അവർ നല്ല മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, കടന്നുപോയി. പക്ഷെ മയിൽവാഹനൻ, നമ്മുടെ കണ്ടശാങ്കടവ്, വാടാനപ്പള്ളി, കണ്ടശാങ്കടവ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മാർക്കറ്റാണ്. ശരിക്കും അവിടുത്തെ പ്രവർത്തകരും ശരിക്കും ഈ വ്യവസായികൾക്ക് ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോട്ടപ്പുറം ജലോത്സവവും നമ്മുടെ കണ്ടശാങ്കടവ് ജലോത്സവവും ഒക്കെ. അതിന്റെ ഏറ്റവും വലിയ തെളിവ്, കാരണം ബിസിനസ് രംഗത്ത്, വ്യവസായ രംഗത്ത് മുടിചൂടാൻ കണ്ണന്മാരായിട്ടുള്ള നമ്മുടെ കെ ഡി കുഞ്ഞപ്പൻ, അതുപോലെ തന്നെ ശംസുദ്ദീൻ, അതുപോലെ തന്നെ പി എ ജോൺസൺ, അതോടൊപ്പം തന്നെ ഒത്തിരി വ്യവസായ ശൃംഖലയുടെ ആളുകൾ ശക്തമായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോട്ടപ്പുറത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മത്സരം നടക്കുകയാണ്. ജലോത്സവം ഉളവാക്കിക്കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ജലറാണിയും ശ്രീമുത്തപ്പനും തമ്മിലുള്ള ഒരു മത്സരം, ഏതാണ്ട് മത്സരം ഇങ്ങനെ വരണം, ഒപ്പത്തിനൊപ്പം കടന്നു വരണം. ആ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കടന്നു വരുമ്പോൾ അത് കാണാൻ തന്നെ ഒരു അഴകുണ്ട്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈയൊന്ന് എടുക്കും, ഒന്ന് അടിക്കാനൊന്ന് തുനിയും, നമ്മ കൈയടിക്കും, ആശീർവദിക്കും, ആർപ്പ് വിളിക്കും, അയ്യൂട്ടി വിളിക്കും. രക്തസമ്മർദ്ദമുള്ള ചില ആളുകൾ ഹാസ്പിറ്റലിൽ നടത്തിയ തങ്കത്തിന്റെ ചേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ നല്ല 2 ഏകയുടെ ഇവിടുത്തെ ഏകയുടെ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങള് ഒന്ന് കൈയടിക്കുകയാണെങ്കിൽ ഒരു ഫൈനൽ മത്സരം നടത്തിക്കൊണ്ട് ശ്രീമുഖം ജലറാണിയും ഉഗ്രമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ബാലകൃഷ്ണൻ സി ക്യാപ്റ്റനായിട്ടുള്ള ടീം ബോയ്സ് കല്ലിങ്ങൽ തൃത്തയാറ് തുടയുന്ന ആ ശ്രീമുഖപ്പൻ രണ്ടാമത് ട്രാക്കിലൂടെ ഒന്നാമത് ട്രാക്കിലൂടെ ജലറാണി കണ്ടില്ലേ? നമ്മളൊക്കെ എഴുന്നേറ്റു. എന്താണ് അവർക്ക് പറ്റിയത്? സച്ചിൻ പരസ്യത്തിൽ പറയുന്നത് പോലെ കാരനാണെങ്കിലും പുന്നമടക്കാരനാണെങ്കിലും മെഗഡോ ട്രോഫി കഴിഞ്ഞാൽ നേരെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലി കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്ക് ഓടുന്നതിനാ, സ്വിമ്മിംഗ് പൂളിൽ ഓടുന്ന വളരെ നല്ല രീതിയിൽ ആ വെള്ളത്തിലൊക്കെ ഒന്ന് കുത്തി മറിഞ്ഞ് എനർജി ഉണ്ടാക്കി ഒരാഴ്ചക്കുള്ള എനർജി വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യനും വെള്ളവുമായി ഇങ്ങനെ ഒരു ബന്ധമുള്ള സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കുട്ടനാടൻ പ്രദേശത്ത് ചുണ്ടൻ വള്ളങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഷാജി കമാലത്തിനും ജോർജിനും ഒക്കെ വ്യക്തമായൊരു ആധികാരികതയുണ്ട്. അവർക്ക് ബൈക്ക് തുടർന്നുള്ള ഭാഗം പറയുന്നതിന് വേണ്ടി ജോർജിന് കൈമാറുകയാണ്. ഡോക്ടർ അഗസ്റ്റിൻസ് ആയുർവേദ ആശ്രമം ആയുർവേദ ആശുപത്രി തിരുവനന്തപുരം, വേദിക് വില്ലേജ് റിസോർട്ട് കൊടുങ്ങല്ലൂർ, PSC ലിമിറ്റഡ്, വിസ്മയ ഇവന്റ്സ് ആലപ്പുഴ, വിറ്റൽ സി മാർക്കറ്റിംഗ് ലിമിറ്റഡ്, ഭാരത് ഗ്യാസ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങകലിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിൽ പുളിങ്കുന്ന് ചുണ്ടനും, രണ്ടാമത്തെ ട്രാക്കിൽ കൈവറ്റ ചുണ്ടനും, മൂന്നാമത്തെ ട്രാക്കിൽ ആലപ്പാട് പുത്തൻ ചുണ്ടനുമാണ് മത്സരിച്ച് മുന്നേറി വരുന്നത്. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ 4 ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ ഹീറ്റ്സിലും മൂന്നാം സ്ഥാനക്കാരായി വന്ന ആ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 വള്ളങ്ങളും ഇപ്പോൾ പാരം കഴിഞ്ഞുകൊണ്ട് പകുതി ദൂരം പിന്നിട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുവാൻ
ഇനി കേവലം 100-200 മീറ്ററുകൾ മാത്രമേയുള്ളൂ എന്ന് തന്നെ പറയാം. 3 വട്ടങ്ങളിൽ രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റയാണ് അല്പം മുന്നിലെന്ന് തോന്നുന്നുവെങ്കിലും ഒപ്പത്തിനൊപ്പം പുളിങ്കുന്ന് ചുണ്ടനും ആലപ്പാട് പുത്തൻ ചുണ്ടനും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 3 കരിമാകങ്ങളുടെ ഉജ്ജ്വലമായ സ്കൂട്ടർ വേഗതയിൽ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ മയിൽപ്പീലി കണക്കെ ജലഗണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വാരി വിതറിക്കൊണ്ട് തന്നെ 3 ജലരാജാക്കന്മാർ ഇതാ മുന്നോട്ടേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ട്രാക്കിലുള്ള കരുവാറ്റ തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളതെങ്കിലും മറ്റ് 2 വള്ളങ്ങളും പുളിങ്കുന്നും ആലപ്പാട് പുത്തൻ ചുണ്ടനും ഒപ്പത്തിനൊപ്പം ഒരു വള്ളപ്പാട് പിന്നിലാണെങ്കിലും ഇനിയും ദൂരം പിന്നോടുമ്പോൾ ആരാണ് ജയിക്കുക, ആരാണ് പിന്നിലോട്ട് പോകുക എന്ന് പറയുവാൻ കഴിയുകയില്ല. എങ്കിൽ തന്നെയും എന്റെ കണ്ണുകൾക്ക് നോക്കുമ്പോൾ, കണ്ണുകളിലെ ദൃഷ്ടികളിലെ നോക്കുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള കരുവാറ്റ തന്നെയാണ്. വെള്ള ജേഴ്സി അണിഞ്ഞ് ചുവന്ന നിക്കറിട്ടുകൊണ്ട് കരുവാറ്റ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേവലം 60 മീറ്ററുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും കരുവാറ്റ തന്നെ, രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റ തന്നെ ഇതാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽസിലെ കിരീടം നേടുന്നതിന് വേണ്ടി കരുവാറ്റ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു വന്നു. ഫിനിഷിംഗ് പോയിന്റിനെ തലയിക്കൊണ്ട് കരുവാറ്റത്തിന് മുന്നിലേക്ക് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഒന്നാമത്തെ ട്രാക്കിലെ ആലപ്പാട് പുളിങ്കുന്നും, 3ാമത്തെ ട്രാക്കിലെ ആലപ്പാട് പുത്തൻ ചുണ്ടനും ഇനിയും മത്സരം ഫിനിഷ് ചെയ്യുവാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കരുവാറ്റയാണോ പുളിങ്കുന്നാണോ ആലപ്പാട് പുത്തൻ ചുണ്ടനാണോ എന്ന് പറയുവാൻ കഴിയുകയില്ല. അതേ പുളിങ്കുന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ആലപ്പാട് പുത്തൻ ചുണ്ടൻ രണ്ടാമതായി എത്തിയിരിക്കുന്നു. 3ാമതായി പുളിങ്കുന്നും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് പറഞ്ഞ പാട്ട് ഇതല്ല, വഞ്ചിപ്പാട്ടാണ്. പക്ഷെ വഞ്ചിപ്പാട്ടിലേക്ക് തന്നെ വരണം. വായിപ്പാട്ടാത്തിലെ വള്ളംകളി, പമ്പാ നദി തീരത്തെ ആറ്റുവിളി, ആലരി ചുണ്ടനും വായിപ്പാട്ടുണ്ടനും അലരി ചുണ്ടനും മറുവിളിയിൽ ആ വലിയ വഞ്ചിയും മുൻനിരയിൽ വായിപ്പാട്ടാത്തിൽ വള്ളംകളി. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മത്സരം ഇങ്ങോട്ട് അങ്ങനെ കുതിച്ച് പാഞ്ഞു വരുന്നുണ്ട്. ഈ സമയം ശരവണനും ഹനുമാൻ നമ്പർ 1 ഗുരുവായൂരപ്പൻ തമ്മിലുള്ള മത്സരം. ശരവണനും, പക്ഷെ ഈ മത്സരം അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് തന്നെയാണ്. ഗുരുവായൂരപ്പനും ഹനുമാൻ നമ്പർ 1 ശരവണനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ പക്ഷെ എന്തേ സംഭവിച്ചത്? 2 വള്ളങ്ങളല്ലേ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നുള്ളൂ. പക്ഷെ ഗുരുവായൂരപ്പനും ഹനുമാനും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് കൈയടിക്ക്. മലയാളികളായ നിങ്ങളുടെ ആ ഓണം കളിക്കാറുള്ള കൈകൾക്ക് എന്ത് പറ്റി? എന്തൊരു വരവ്, എന്തൊരു മത്സരം! ഗുരുവായൂരപ്പനും ഹനുമാനും ഒരുപാട് മത്സരങ്ങളില്, ഒത്തിരി മത്സരങ്ങളില്, ഇതുപോലെയുള്ള ഒത്തിരി ജലമേളകളില് ഇതുപോലെ തന്നെ ഗുരുവായൂരപ്പനും ഹനുമാനും തമ്മിൽ ഒത്തിരി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏതാണെന്ന് അറിയുന്ന ഒരു വള്ളം ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അത് ശരവണൻ തെല്ല് പിന്നിലായി പോയോ? പക്ഷെ ശരവണന് ഒരു പ്രത്യേക താളമുണ്ട്, പ്രത്യേക ഒരു ഈണമുണ്ട്. കൃത്യം അവരെന്താ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ കമന്ററി വേദിയിൽ പറയുന്നത് ഞങ്ങൾ കേട്ടു, തൃപ്രയാർ വെച്ചിട്ട്.